നമസ്കാരം. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം ആഗോള സമുദ്ര ഗതാഗത ഭൂപടത്തിലെ വൻ ശക്തിയായി മാറുന്നു. 2029ഓടെ തുറമുഖത്തിന്റെ ചരക്കു നീക്ക ശേഷി നിലവിലെ 10 ലക്ഷത്തിൽ നിന്നും 57 ലക്ഷം TEUവിലേക്ക് ഉയരും. ഇതോടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി വിഴിഞ്ഞം മാറും. പദ്ധതിയുടെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തിരുന്നു. വിഴിഞ്ഞത്തിന്റെ നേട്ടം അദാനി ഗ്രൂപ്പിന് വൻ സാമ്പത്തിക കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുമെന്നാണ് വിലയിരുത്തൽ. 8 മാസത്തെ ട്രയൽ റണ്ണിനിടെ മാത്രം 106 കോടി രൂപ നികുതി വരുമാനമായി ലഭിച്ചത് തുറമുഖത്തിന്റെ വാണിജ്യ സാധ്യതകളുടെ തെളിവായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. 2045 പൂർത്തിയാകേണ്ട വികസന ഘട്ടങ്ങൾ നിശ്ചയിച്ചതിലും 17 വർഷം മുൻപേ, അതായത് 2028ഓടെ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. തുറമുഖത്തിന്റെ ഒന്നാം ഘട്ടത്തിനായി 5500 കോടി രൂപ മുടക്കിയ സംസ്ഥാന സർക്കാർ 2035 മുതൽ വരുമാന വിഹിതം ലഭിച്ചു തുടങ്ങുമെന്ന പ്രതീക്ഷയിലാണ്. ഒരേ സമയം 5 മദർഷിപ്പുകൾ വരെ കൈകാര്യം ചെയ്യാൻ പാകത്തിൽ തുറമുഖം വികസിക്കുന്നതോടെ ദക്ഷിണേന്ത്യയുടെ തന്ത്രപ്രധാന വാണിജ്യ കവാടമായി വിഴിഞ്ഞം മാറും. എന്നാൽ കേന്ദ്ര സർക്കാർ വിഴിഞ്ഞത്തോട് അവഗണനയാണ് കാണിക്കുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി കുറ്റപ്പെടുത്തി. മറ്റു സംസ്ഥാനങ്ങൾക്ക് ഗ്രാന്റായി നൽകുന്ന വയബിലിറ്റി ഗ്യാപ് ഫണ്ട് കേരളത്തിന് നൽകുമ്പോൾ പലിശയും വരുമാന വിഹിതവും ഉൾപ്പെടെ 12,000 കോടി രൂപ കേന്ദ്രത്തിന് തിരികെ നൽകേണ്ടി വരുമെന്നും ഇത് കൊലച്ചതിയാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിസന്ധികൾക്കിടയിലും സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് പദ്ധതിയെ ഈ നിലയിലെത്തിച്ചതെന്നും മന്ത്രിമാരായ VN വാസവനും KN ബാലഗോപാലും പ്രസംഗിച്ചു. രാജ്യത്തിനാകെ പ്രയോജനപ്പെടുന്ന വിഴിഞ്ഞം ഇന്ത്യയുടെ അഭിമാനമാണെന്ന് ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്ര തുറമുഖ മന്ത്രി സർബാനന്ദ സോനോവാൾ അഭിപ്രായപ്പെട്ടു. മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും പൂർണ്ണ പിന്തുണ പദ്ധതിയുടെ ദ്രുതഗതിയിലുള്ള പുരോഗതിക്ക് വലിയ പങ്കുവഹിച്ചതായി അദാനി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കരൺ അദാനി ഉദ്ഘാടന വേളയിൽ പറഞ്ഞു. വിഴിഞ്ഞം പൂർണ്ണ സജ്ജമാകുന്നതോടെ സിംഗപ്പൂർ, കൊളംബോ തുറമുഖങ്ങൾക്ക് വലിയ വെല്ലുവിളിയായി ഇത് മാറും. അതേസമയം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ശില്പി എന്ന് വിശേഷിപ്പിക്കാനാവുന്നത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. 1990 മുതൽ 1/4 നൂറ്റാണ്ടുകാലം സ്വപ്നമായിരുന്നു വിഴിഞ്ഞം. അത് യാഥാർത്ഥ്യമാക്കാൻ മുൻകൈയെടുത്തത് ഉമ്മൻചാണ്ടിയാണ്. തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട വികസനത്തിന്റെ നിർമ്മാണോദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇപ്രകാരം സംസാരിച്ചത്. 2014 ആരംഭിച്ച പദ്ധതി 2019 ഉദ്ഘാടനം ചെയ്യേണ്ടതായിരുന്നു. ഒന്നാം ഘട്ടം ആരംഭിക്കാനായത് 5 വർഷം വൈകി 2024 ഇനി എല്ലാ കാര്യങ്ങളും മുന്നോട്ടാക്കണം. അദാനി പല സംസ്ഥാനങ്ങളിലും തുറമുഖങ്ങൾ വിജയകരമായി നടത്തുന്നു. ഈ രംഗത്തെ അവരുടെ പരിചയം മുതൽക്കൂട്ടാക്കണം. 2019 ഒന്നാം ഘട്ടം പൂർത്തിയാകുമ്പോൾ റോഡ്, റെയിൽ കണക്ടിവിറ്റി ഉണ്ടാകുമെന്നാണ് പ്രഖ്യാപിച്ചതെങ്കിലും 11 വർഷമായിട്ടും പൂർത്തിയായിട്ടില്ല. പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാനുള്ള മത്സ്യബന്ധന തുറമുഖവും മത്സ്യ സംസ്കരണ പാർക്കും തുടങ്ങാനായിട്ടില്ല. ഔട്ടർ റിംഗ് റോഡും യാഥാർത്ഥ്യമായില്ല. വികസന ഇടനാഴിക്കായി സ്ഥലം ഏറ്റെടുക്കാനായില്ല. 2014 മുൻപ് 90% സ്ഥലവും ഏറ്റെടുത്തെങ്കിലും പിന്നീട് സ്ഥലമെടുപ്പ് മന്ദഗതിയിലായി. കുറവുകൾ മനസ്സിലാക്കി പരിഹരിക്കണം. വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ വികസനത്തിന് നാഴികക്കല്ലാകണം. 3-4 വർഷത്തിനകം വിഴിഞ്ഞം നമ്മൾ ആഗ്രഹിച്ചതുപോലെ മാറ്റണം. വിഴിഞ്ഞം വഴി കേരളത്തിന്റെ വികസനത്തിന് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും സതീശൻ പറഞ്ഞു.